CBCIയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. ഒരുപക്ഷെ CBCIയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടെ കൃത്യമായും വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെയൊക്കെ ബിഷപ്സ് സന്നിഹിതമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു ഇത്. അതിൻ്റെ ഭാരവാഹികൾ അതിന് ശേഷം, കാരണം ഞങ്ങൾ ബാക്കിയുള്ളവരൊന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഭാരവാഹികൾ CBCIയുടെ മീറ്റിങ്ങിന് ശേഷം പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവരവിടെ പറഞ്ഞിട്ടുണ്ട്. മീറ്റിങ്ങിൽ വെച്ച് ഈ സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമർശനങ്ങൾ ഉയർന്നു നിന്നു. പ്രത്യേകിച്ച് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പോലും സിറോ മലബാർ സഭയിലുള്ള പലരും BJPയുമായി അടുത്ത ബന്ധം വെക്കുന്നു. എന്നാൽ അതേസമയം തന്നെ അവസരം ലഭിച്ചിട്ട് മണിപ്പൂർ വിഷയമൊന്നും സർക്കാരിന് മുന്നിൽ പറയുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നു എന്നുള്ളൊരു വാർത്തകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ മീറ്റിങ്ങിൽ പൂർണ്ണമായിട്ട് സംബന്ധിച്ച ഒരാളാണ്. ഞാനുള്ള ഒരു സെഷനിലും അങ്ങനെയുള്ളൊരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട വെച്ചിട്ടാണ് മീറ്റിംഗ് നിർവഹിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണം നൽകാൻ പ്രത്യേകിച്ച് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പള്ളിക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം അസഹിഷ്ണുത വളരെ സഭയിലെ പുരോഹിതർക്കെതിരെ കേസുകൾ എടുക്കുന്ന സാഹചര്യം. അപ്പൊ അതിനെ എങ്ങനെയാ സഭ ഇനി ഒരു നേരിടാനായി പോകുന്ന അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഈ ന്യൂനപക്ഷ സമൂഹം എന്ന നിലയ്ക്കും ക്രൈസ്തവ സമൂഹം എന്ന നിലയ്ക്കൊക്കെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ CBCIയുടെ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ലോക്കൽ ബിഷപ്സും സന്നിഹിതമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ ചർച്ചയിൽ വന്നില്ല. ഈ ചർച്ച അങ്ങനെയുള്ളൊരു ചർച്ചയല്ലായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിസിറ്റായിട്ടല്ല ഞങ്ങളെ അവർ സ്വീകരിച്ചു. ഇപ്പം എന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോർഡിയൽ ആൻഡ് ഒരു വിസിറ്റ് പോലെയാണ് ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി അതിനെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. പ്രധാനമന്ത്രി അത് പ്രത്യേകിച്ച് ആരാഞ്ഞുമില്ല. എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനെ സംബന്ധിച്ചിടത്തോളം CBCI അതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതേ സംബന്ധിച്ച് ഗവൺമെൻറ്റിനെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിപ്പോൾ ഒരു വ്യക്തി, ഒരു സഭയുടെ ഒരു ലീഡർ എന്ന നിലയ്ക്കാണ് വന്നത്. പക്ഷേ CBCI എന്ന് പറയുമ്പോൾ 3 സഭകളുടെ കൂടെ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നത്. സഭകൾക്കുള്ള ആശങ്ക അല്ല, അത് അതിൻ്റെ ഭാരവാഹികളുണ്ട്. ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ 3 സഭകളുടെ കൂടെ CBCI എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, അതും ഇതുമായിട്ട് ഇപ്പോഴും ബന്ധമില്ല. ഞാനൊരു കത്തോലിക്ക സഭയുടെ മെത്രാൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ വന്നത്. മനസ്സിലായോ? എല്ലാ സഭകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ എനിക്ക് CBCIയുടെ തന്നെ ഭാരവാഹികളുണ്ട്. അതിനൊരു പ്രസിഡൻ്റുണ്ട്, സെക്രട്ടറികളുണ്ട്, ഭാരവാഹികളുണ്ട്. അവരുമായി ഉള്ള കൂടിക്കാഴ്ചകൾക്ക് അവസരം അവർ നോക്കുന്നുണ്ട്.